ആരാധ്യനായ അധ്യക്ഷൻ പ്രൊഫസർ KP സോമരാജൻ സാർ, ഈ സഭയിൽ പങ്കെടുക്കുന്ന സഹപ്രവർത്തകരായ സഹോദരീ സഹോദരന്മാരെ, വന്ദേമാതരം എങ്ങനെയാണ് ഭാരതത്തിൻ്റെ ഏകതാ മന്ത്രമാകുന്നത് എന്നതിനെക്കുറിച്ച് ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ ഏറ്റവും അർഹനായ വ്യക്തി, ഒരു ചരിത്രാധ്യാപകൻ തന്നെ നമ്മുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുക. അതിൽ പരം എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും ഔപചാരികതയുടെ പേരിൽ വിഷയാവതരണം എന്ന ശീർഷകം വെച്ചിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം, അതിലൊന്നും പുതുമയുള്ളതായിരിക്കില്ല. കാരണം ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പ്രവർത്തകർ എന്ന നിലയിൽ എത്രയോ കാലങ്ങളായി നാം കേൾക്കുകയും പറയുകയും വായിക്കുകയും ചെയ്യുന്ന, നമ്മുടെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയമാണ് വന്ദേമാതരം. പലവരും നാം ഇത് ചർച്ച ചെയ്തിട്ടുമുണ്ട്, ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഭാരതം ഉള്ള കാലം അത്രയും ഈ മന്ത്രം നാം ഉരുക്കഴിച്ചുകൊണ്ടേയിരിക്കും. കാരണം അത് അതിദിവ്യമായ പവിത്രമായ ഒരു മന്ത്രമാണ്. പ്രചണ്ഡമായ ശക്തിയെ ആവഹിക്കുന്ന അപാരമായ പവിത്രതയുള്ള ഒരു മന്ത്രമാണ്. അതൊരു ഋഷിയിലൂടെ വെളിപ്പെട്ടതാണ്. മഹർഷി അരവിന്ദൻ അതിനെക്കുറിച്ച് പറയുന്നത്, എ സീക്രട്ട് മന്ത്ര ചാർജ്ഡ് വിത്ത് മൈറ്റി പവർ റിവീൽഡ് അഗെയിൻ ടു ദ നേഷൻ, revealed again to the nation through Anandamatha by Bankim Chandra, an inspired rishi എന്നാണ്. റിവീൽഡ് അഗെയിൻ ടു ദ നേഷൻ എന്നതുവരെ ആ വരിയെ, ആ വാചകം നിർത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വീണ്ടും ഈ രാഷ്ട്രം അത് കേട്ടു എന്നാണ് അരവിന്ദൻ ആദ്യം പറയുന്നത്. ആനന്ദമഠത്തിലൂടെ, ബങ്കിം ചന്ദ്രനിലൂടെ അത് വീണ്ടും ഭാരതം കേട്ടു, അല്ലെങ്കിൽ വെളിപ്പെട്ടു എന്നാണ്. അതിൻ്റെ അർത്ഥം 1875 നവംബർ മാസം 7-ാം തീയതി പവിത്രമായ കാർത്തിക ശുക്ല നവമി നാളിൽ, അന്ന് ബംഗാളം മുഴുവൻ ജഗദ്ധാത്രി പൂജ നടത്തുന്ന ദിവസത്തിൽ അത് വീണ്ടും അവതരിച്ചു, അല്ലെങ്കിൽ വീണ്ടും വെളിപ്പെട്ടു എന്നതാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി, പതിനായിരക്കണക്കിന് വർഷങ്ങളായി നാം ഉരുക്കഴിച്ചു പോന്ന ആ മാതൃഭൂമി സങ്കല്പം അത് വീണ്ടും ഒരു കാവ്യാകാരം പൂണ്ട് നമ്മുടെ മുന്നിൽ എത്തുകയാണ്, ഒരു മന്ത്രവിശുദ്ധിയോടുകൂടി. വെളിപ്പെടുക എന്ന് പറയുന്നതാണ് ഈ കാര്യത്തിൽ ഏറ്റവും ശരി എന്ന് തോന്നുകയാണ്. രചിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അത് റിവീൽഡ് ത്രൂ ബങ്കിം ചന്ദ്ര, ദ ഇൻസ്പയർഡ് ഋഷി എന്ന് പറയുന്നത് തന്നെയാണ് വന്ദേമാതരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശരിയായിട്ടുള്ള വസ്തുത. മാതൃഭൂമിയോടുള്ള അദമ്യമായ ഭക്തിപ്രഹർഷത്തിൻ്റെ സാർവലൗകികവും സാർവഭൗമവുമായ ഉദ്ഘോഷമാണ് വന്ദേമാതരം എന്ന് മറ്റൊരവസരത്തിൽ മഹർഷി അരവിന്ദൻ തന്നെ പറയുന്നുണ്ട്. സൂചിപ്പിച്ചു, ഇന്ന് കാലത്തെ ഉദ്ഘാടന സഭയിൽ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ പ്രിയപ്പെട്ട സഞ്ജയേട്ടൻ മാതാഭൂമി പുത്രോഹം പൃഥ്വിയ എന്ന വേദമന്ത്രത്തിന്റെ കാവ്യാവിഷ്കാരമാണ് വന്ദേമാതരം എന്ന് പറഞ്ഞു. അന്നേ നിലനിൽക്കുന്ന മാതൃഭൂമി സങ്കല്പത്തിന്റെ ആധുനിക കാലത്തിന്റെ ആവിഷ്കാരമാണ് 1875 നവംബർ 7 ആ പവിത്രമായ ദിനത്തിൽ നടന്നത്.
അങ്ങനെ വെളിപ്പെട്ട ആ കവിതയെന്നോ മന്ത്രമെന്നോ സീക്രട്ട് മന്ത്ര, ആ പവിത്രമായ മന്ത്രം കയ്യിൽ വെച്ചിരിക്കുന്ന സമയത്താണ് താൻ തന്നെ നടത്തിക്കൊണ്ടിരുന്ന പത്രം പ്രസിദ്ധീകരണം വംഗദർശൻ, ബങ്കിചന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്നു പോന്നിരുന്ന വംഗദർശനത്തിൽ ആ ഇഷ്യൂവിൽ, ആ ലക്കത്തിൽ കുറച്ച് ഭാഗം വെറുതെ കിടക്കുന്നു, അതിലേക്ക് മാറ്റർ വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സൂചിപ്പിക്കുന്നത് ഇതൊരു പവിത്രമായ ജന്മമാണ് എന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ്. ആസൂത്രിതമായി എഴുതപ്പെട്ട ഒന്നല്ല, പ്രസിദ്ധീകരിക്കാൻ എവിടെയോ നിശ്ചയിച്ചു വെച്ച് എഴുതിയതുമല്ല, അതങ്ങനെ വന്നതാണ്. ഭാരതമാതാവ് തൻ്റെ മുന്നിൽ സർവാഭരണ വിഭൂഷിതയായി അലൗകിക സൗന്ദര്യ ആകാരം പൂണ്ട് വന്നു നിൽക്കുന്ന നിമിഷത്തിൽ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്ററിയാതെ പറഞ്ഞു പോയതാണ് വന്ദേ മാതരം, അമ്മേ നമസ്കാരം എന്ന്. അതിനുശേഷം താൻ അറിയാതെ ഉള്ളിൽ നിന്ന് ഉറന്നൊഴുകിയതാണ് ആ വന്ദേ മാതരം. അങ്ങനെ ആ രചിച്ചു വെച്ച വന്ദേ മാതരം കയ്യിലിരിക്കുമ്പോഴാണ് ആ ലക്കത്തിലേക്ക് വേണ്ട പതിപ്പിൽ, ആ ലക്കത്തിലേക്ക് വേണ്ട മാറ്റർ പൂർണ്ണമായി എത്തിയിട്ടില്ല, അതിൽ കുറച്ച് ചേർക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ബങ്കിംചന്ദ്ര ചട്ടോപാധ്യായ ഇതെടുത്ത് അവർക്ക് കൊടുക്കുകയാണ്. അത് പ്രസിദ്ധീകരിച്ചു വന്നപ്പോഴും ഒരു സംഭവം ഉണ്ടായി. പ്രസിദ്ധീകരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകൻ അത് വായിച്ചു, കൂട്ടുകാരുമൊക്കെ ആയിട്ട് ഇന്ന് വായിച്ചപ്പോൾ ഇതെന്ത് ഭാഷ, ഒരുതരം അവിയൽ ഭാഷ, ബംഗാളിയുമല്ല ഹിന്ദിയുമല്ല സംസ്കൃതവുമല്ലാത്തൊരു ഭാഷയിൽ ഇതെന്തൊന്നാണ് അമ്മാവൻ എഴുതി വച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ആ സമയത്ത് ബങ്കിംചന്ദ്രൻ പ്രവചന സദൃശ്യമായ ഒരു ഭാവത്തിൽ ഒരു പ്രവാചകനെ പോലെ പറഞ്ഞു, ഇതിൻ്റെ ശക്തിയും സൗന്ദര്യവും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇപ്പോൾ. അതിൻ്റെ ശക്തി പരിപൂർണമായി മനസ്സിലാകണമെങ്കിൽ ചുരുങ്ങിയതൊരു 25-30 വർഷമെങ്കിലും ആകും എന്ന് അദ്ദേഹം പറഞ്ഞു. 30 എന്ന ആ വർഷം, ഇവിടെ നേരത്തെ സോമരായൻ സാറ് പറഞ്ഞ ആ മഹത്തായ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ, ആ മഹത്തായ സംഭവത്തിന് പ്രേരണയേകാൻ, അതായത് ഭാരതത്തിനെതിരായി ഉണ്ടായ ഹീനമായ ഇംഗ്ലീഷ് ആംഗല തന്ത്രത്തെ പരാജയപ്പെടുത്തുന്ന ആ സംഭവം, അതിൻ്റെ മുഖ്യ പ്രേരണാ കേന്ദ്രമായി വന്ദേ മാതരം മാറുമ്പോഴാണ് ഇതിൻ്റെ ആ അദമ്യമായ ഉജ്ജ്വലമായ ശക്തി ലോകർക്ക് പൂർണ്ണമായും പിടികിട്ടുന്നത്. പാടിപ്പോന്നിരുന്നു എന്നത് ശരിയാണ്, പക്ഷെ അതിൻ്റെ ഒരു അലൗകികത, അതിൻ്റെ ഒരു ദൈവികത, മന്ത്രസമാനമായ അതിൻ്റെ സിദ്ധിവിശേഷം ബോധ്യപ്പെടുന്നത്. അതാണ് 875 അദ്ദേഹം പറഞ്ഞതും, ഇതിൻ്റെ ശക്തി പരിപൂർണമായി നിങ്ങൾക്ക് മനസ്സിലാകാൻ 30 വർഷമെങ്കിലും എടുക്കും എന്ന്. അത് സാധ്യമാവുകയായി. വന്ദേ മാതരം രൂപപ്പെടുന്നതിൻ്റെ ഒരു പശ്ചാത്തലവും ഇവിടെ സൂചിപ്പിച്ചു. 150-200 വർഷങ്ങൾ, വന്ദേ മാതരം പിറന്നു വീഴുന്നതിനും 150-200 വർഷങ്ങൾക്ക് മുമ്പേ അതിൻ്റെ അരങ്ങൊരുങ്ങി വരുന്നതായി നമുക്ക് കാണാം. ഒരു മഹത്തായ സംഭവം നടക്കുന്നതിന് മുമ്പേ തന്നെ ഈശ്വര സാന്നിധ്യം കൊണ്ടോ ഈശ്വര നിശ്ചയം കൊണ്ടോ ഒക്കെയുള്ള പല സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു. നമുക്കറിയാം പ്ലാസി യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലം. അതിനെ തുടർന്ന് ഇവിടെ പറഞ്ഞ ഏതാണ്ട് 1763 മുതൽ എത്ര വർഷങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് ചരിത്രകാരന്മാരുടെ ഇടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറയുന്നു 12 വർഷമെന്ന്, ചിലർ പറയുന്നു 16 വർഷമെന്ന്, ചിലർ പറയുന്നു 1800 വരെ നീണ്ടു നിന്ന മഹത്തായ ഒരു സമരം. അതിനെയാണ് സന്യാസി വിപ്ലവം, സന്യാസി മുന്നേറ്റം എന്ന് അറിയപ്പെടുന്ന വലിയ സംഘർഷം നടക്കുന്നു. അതൊരു വലിയ അന്ധവിശ്വാസമാണെന്നാണ് ഇന്നത്തെ പുത്തൻകുട്ടി ചരിത്രകാരന്മാർ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല എന്ന മട്ടിലാണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഒരു വസ്തുതയാണ്, സന്യാസിമാരുടെ നേതൃത്വത്തിൽ അന്ന് അവരുടെ ഇടയിൽ പറഞ്ഞു പോന്നിരുന്ന കഥ വേദപ്രസിദ്ധമായ വേനന്റെ വധത്തിന് വേണ്ടിയിട്ടുള്ള സന്യാസിമാരുടെ സംഘടനയെ കുറിച്ചൊക്കെയാണ്. വേദപ്രസിദ്ധമായ വേനനെ ഹനിക്കുവാൻ വേണ്ടി സന്യാസിമാർ നടത്തിയ സമരത്തെക്കുറിച്ചൊക്കെ ഓർത്തുകൊണ്ടാണ് അന്ന് അവർ ആയുധമേന്തിയത് സന്യാസിമാർ. ആ ഒരു സമരത്തിന്റെ ഘട്ടം 1855 കാലഘട്ടത്തിൽ ആരംഭിച്ച സന്താൾ കലാപം എന്ന് പറയുന്ന വനവാസികളുടെ നേതൃത്വത്തിൽ, വിശേഷിച്ച് സന്താൾ വിഭാഗത്തിൽപ്പെട്ട സന്യാസിമാരുടെയും ഒരു സന്താന വിഭാഗത്തിൽപ്പെട്ടവരെന്ന്, അവരെ സന്താനങ്ങളെന്നായിരുന്നു വിളിച്ചത്. ഇവർ സന്താൾ ജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ പോരാട്ടം. അതിനുശേഷം പ്രസിദ്ധമായ 1857 പൊട്ടിപ്പുറപ്പെടൽ.
1857 കുറിച്ച് പറയുമ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെയാണ് പറയുന്നത്. ഒരർത്ഥത്തിലായിരിക്കാം, കാരണം ആസൂത്രിതമായ ഒരു ദേശീയ സ്വഭാവത്തോടു കൂടി സംഘടിതമായി നടന്ന ഒരു നേതൃത്വത്തിന് കീഴിൽ നടന്ന പോരാട്ടം എന്ന നിലയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിനു മുമ്പ് നടന്ന ഈ സമരങ്ങൾ അത്രയും പ്ലാസിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതുവാൻ വേണ്ടി നിശ്ചയിച്ചുറപ്പിച്ചു വന്ന പോരാട്ട ധീരന്മാര്, സന്യാസിമാര്, സന്താൾമാര്, ഇവരൊക്കെയും പോരാടിയത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കേരളത്തിൽ പഴശ്ശിരാജാവുമൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ ഈ ഒരു വിശേഷണങ്ങളോട് കൂടി ആ ചരിത്ര സംഭവത്തെ വിശദീകരിച്ചില്ലെങ്കിൽ ഒരു തെറ്റായ ആഖ്യാനത്തിൽ ചെന്ന് പെട്ടുപോകും നമ്മൾ. ഒരു ഭാരത ചരിത്രത്തെ സംബന്ധിച്ച ഒരു ഫേക്ക് നറേറ്റീവിൽ നമ്മളും പെട്ടുപോകും എന്ന് തോന്നുകയാണ്. ഏതായാലും 1857 അത് നടക്കുന്നു. അതിനുശേഷം 10 വർഷത്തിന്റെ ഉള്ളിൽ ബംഗാളത്തിൽ വളരെ പ്രാധാന്യമുള്ള, എന്നാൽ ഇപ്പോഴും നമ്മുടെ ചരിത്ര പുസ്തകത്തിൽ വേണ്ടത്ര സ്ഥാനം ലഭിക്കാത്ത ഒരു മഹാസംഭവം നടന്നു. അതാണ് ഠാക്കൂർബാഡിയിലെ, ഠാക്കൂർബാഡി എന്ന് പറഞ്ഞാൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കുടുംബമാണ്. ഠാക്കൂർബാഡിയിലെ പ്രമുഖനായ ഗണേന്ദ്രനാഥ ഠാക്കൂറും ദ്വിജേന്ദ്രനാഥ ഠാക്കൂറും നാഷണലിസ്റ്റ് നവഗോപാൽ മിത്രയും മഹർഷി അരവിന്ദന്റെ തന്നെ വലിയ മഹാനായിട്ടുള്ള രാജനാരായൺ ബസുവും ഒക്കെ ചേർന്ന് ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നു ബംഗാളത്തിൽ. അതിന്റെ പേരാണ് ഹിന്ദുമേള. ഹിന്ദുമേളയാണ് ഒരർത്ഥത്തിൽ ബംഗാളത്തെ വിപ്ലവകാരികൾക്ക് പറ്റിയ ഇടമാക്കി പരിവർത്തിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചത് ഹിന്ദുമേളയാണ്. അങ്ങനെ ഈ സംഭവങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലം, ഞാൻ അതിന്റെ മുഴുവൻ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. അങ്ങനെ പാകപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലാണ് അതിനോടൊപ്പം തന്നെ ദേശഭക്തിയെ പ്രജ്വലിപ്പിക്കുന്ന, ഭാരതത്തെ മാതാവായി കാണുന്ന ഒട്ടനവധി സാഹിത്യ കൃതികൾ രചിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് 19ാം നൂറ്റാണ്ടിന്റെ ഈ ഉത്തരാർത്ഥം. അതിലേറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് ഭൂദേവ് ചത്തോപാധ്യായ എന്ന് പറയുന്ന പ്രസിദ്ധനായ ബംഗാള സംസ്കൃത കവി. ബങ്കിംചന്ദ്രന്റെ അടുത്ത ഒരു സുഹൃത്തെന്നോ അല്ലെങ്കിൽ ഒരു പല ഘട്ടങ്ങളിലും ഒരു ആചാര്യനെ പോലെ ഉണ്ടായിരുന്ന ഒരു ഋഷി തുല്യനായ ഭൂദേവ എന്ന് പറയുന്ന കവി. അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായ കവിതയുണ്ട് ആ കാലത്ത് എഴുതപ്പെട്ടത്, ഇപ്പോഴും നമ്മൾ തെരഞ്ഞാൽ കിട്ടും. അതിഭാരതി എന്നാണ് ആ കവിതയുടെ പേര്. അതിൽ പറയുന്നത് നോക്കൂ, എത്ര സമാനമായിട്ടാണ് അതിലും വർണ്ണിക്കപ്പെടുന്നത് നോക്കൂ. മാതർ നമാമി ഭവതീം സൽദേഹരൂപാം, മാതർ നമാമി വസുധാതല പുണ്യതീർത്ഥാം, മാതർ നമാമി പദയുഗ്മധൃധാസ സമുദ്രാം, മാതർ നമാമി ഹിമഗിരി കിരീട രൂപീം. മാതർ നമാമി, വന്ദേ മാതരം, അമ്മയെ നമസ്കരിക്കുന്നു. എങ്ങനെയുള്ള അമ്മ? സൽദേഹരൂപാം, അങ്ങനെയുള്ള അമ്മയെ നമസ്കരിക്കുന്നു, നല്ല ദേഹത്തോടു കൂടിയ. പുണ്യതീർത്ഥങ്ങളാൽ പരിലാളിക്കപ്പെടുന്ന വസുധയോടു കൂടിയ അമ്മയെ നിന്നെ നമസ്കരിക്കുന്നു. സമുദ്രങ്ങളാൽ കാല് കഴുകപ്പെടുന്ന അമ്മയെ നിന്നെ നമസ്കരിക്കുന്നു. ഹിമഗിരി കോടീരം കിരീടമായി ചൂടുന്നവളെ നിങ്ങളെ നമസ്കരിക്കുന്നു. ഇത് ഭൂദേവ മുഖോപാധ്യായ രചിച്ച കവിതയാണ്. ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഇവരൊക്കെയും പല അർത്ഥത്തിലും ബങ്കിംചന്ദ്രനും ഒക്കെ ആയിട്ട് അടുത്തിടപഴകിയിരുന്ന ആളുകളാണ്. ബങ്കിംചന്ദ്ര ചട്ടോപാധ്യായ നമുക്കറിയാം, ഒരു മജിസ്ട്രേറ്റ് കുടുംബത്തിലെ അംഗമായിരുന്നു. അദ്ദേഹവും മജിസ്ട്രേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കർക്കശമായ നിലപാടുകൾ കാരണം 1-2 മാസം കൂടിയിരിക്കുമ്പോൾ സ്ഥലം മാറ്റം കിട്ടുക പതിവാണ്. അങ്ങനെ ബംഗാളത്തിലെ എല്ലാ സ്ഥലത്തും യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോൾ പിന്നെ അവിടെയുള്ള ദേശീയവാദികളും സംസ്കൃത പണ്ഡിതന്മാരും പുരാണ പ്രസിദ്ധങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ പോവുകയും അങ്ങനെയുള്ള വ്യക്തികളുമായി പരിചയപ്പെടുകയും അവരുമായിട്ട് ഇടപഴകുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. അങ്ങനെ ബന്ധപ്പെടാൻ സാധിച്ച മറ്റൊരു മഹാകവിയാണ് രംഗലാൽ ബന്ദോപാധ്യായ. അദ്ദേഹത്തിന്റെ പത്മിനി ഉപാഖ്യാനമുണ്ട്. ആ പത്മിനി ഉപാഖ്യാനത്തിൽ ഏതാണ്ട് അതേ ആശയം, സ്വാതന്ത്ര്യഹീനം അധപ്പതിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന, സ്വന്തം കാല് ചങ്ങലക്കിട്ടു പൂട്ടാൻ ആഗ്രഹിക്കുന്ന ആരുണ്ടീ മഹീതരത്തിൽ എന്ന് ഏതാണ്ട് ഒരു അവിദഗ്ധമായ മലയാള പരിഭാഷയിൽ എനിക്ക് ആ കവിതയെക്കുറിച്ച് പറയാൻ പറ്റും. ഇതേപോലെ ഹേമചന്ദ്ര ബന്ദോപാധ്യായ ഭാരത സംഗീതം എഴുതിയ, രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജ്യേഷ്ഠനായ സത്യേന്ദ്രനാഥ ഠാക്കൂർ ഹിന്ദുമേളയുടെ അവതരണ ഗാനം എഴുതിയ
സത്യേന്ദ്രനാഥ് ടാഗോർ. ഭാരതമാതാവിന്റെ സന്താനങ്ങളെ നിങ്ങൾ ഉണർന്നെഴുന്നേറ്റ് വരുവിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതുന്ന കവിത. അതേപോലെ തന്നെയാണ് ഒരു അത്യത്ഭുതകരമായ ഒരു വലിയൊരു മുഹൂർത്തം. രണ്ടുപേരുടെയും രചനയുടെ വർഷവും മുഹൂർത്തവും ഏതാണ്ട് ഒരുപോലെ വരുന്നു. സാക്ഷാൽ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഹിന്ദുമേളയർ ഉപഹാർ 1875 ഫെബ്രുവരി 12 ഹിന്ദുമേളയർ ഉപഹാർ എന്ന് പറയുന്ന ഒരു കവിത, ഹിന്ദുമേളയുടെ ഉപഹാരം എന്ന് പറഞ്ഞ കവിത എഴുതുന്നു. 12 വയസ്സാണ് രവീന്ദ്രനാഥ് ടാഗോറിന് അപ്പോഴുള്ളത്. ആ 12 വയസ്സിൽ താൻ എഴുതിയ 88 വരി കവിത ഹൃദിസ്ഥമാക്കി ഹിന്ദുമേളയുടെ ആ മഹാസഭയിൽ രവീന്ദ്രനാഥ് ടാഗോർ അവതരിപ്പിക്കുന്നു. ആ കവിത മുഴുവൻ ഹിമാലയത്തിന്റെ മുകളിൽ ഉജ്ജ്വലമായ ഒരു സ്ഥലത്ത് സാക്ഷാൽ വേദവ്യാസൻ വീണ വായിച്ചുകൊണ്ട് ഭാരതത്തെ നോക്കുന്നു, ഭാരതത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിയുന്ന സമയത്ത് ഭാരതത്തിന്റെ മുഴുവൻ ചരിത്രത്തിലൂടെ കണ്ണോടിക്കുന്നു. റാണാ പ്രതാപനെ കുറിച്ച്, റാണി ദുർഗാവതിയെ കുറിച്ച്, ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ കുറിച്ച്, അവരുടെ എല്ലാം ഈ ഭാരതത്തിന് ഈ ഗതി ഇങ്ങനെ വന്നല്ലോ എന്നാണ് 12 വയസ്സുള്ള ഒരു ശിശു എന്ന് വേണമല്ലോ പറയാൻ, എഴുതിയ കവിത. ഇത് 1875 തന്നെയാണ്. ഇതൊക്കെയും നടന്നുകൊണ്ടിരുന്ന ഇത്തരം സാഹിത്യ കൃതികൾ അവിടങ്ങളായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ ആണ് ആ ബംഗാളിന്റെ മണ്ണ് ഭാരതത്തിനു വേണ്ടി പൊരുതാൻ പരുവപ്പെട്ട് വരുന്നത് എന്ന് കാണാം. ഇനിയുമുണ്ടേറെ ഉദാഹരണങ്ങൾ പറയുന്നതിന്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ബങ്കിം ചന്ദ്രനും തൻ്റെ സാഹിതീ സേവനം, സാഹിത്യ സപര്യ ഭാരതമാതാവിന് വേണ്ടിയിട്ട് ആരംഭിക്കുന്നത്. അതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ബങ്കിം ചന്ദ്രനിലൂടെ വെളിപ്പെട്ട ഈ മന്ത്രത്തിന്റെ മഹത്വത്തെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇടയ്ക്കാണ് ഹിന്ദുമേളയിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് രേഖകളിൽ കാണുന്നുണ്ട്, അവരുടെ പരിപാടികളിലും. അതിനോടൊപ്പം തന്നെ അവിടെ എത്തിച്ചേർന്ന ചില സഹപ്രവർത്തകരോടൊപ്പം അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണാൻ വേണ്ടി പോകുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണാൻ പോയി ദർശിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് പരമഹംസർ വന്നു. പരമഹംസർ വന്നിട്ട് ബങ്കിംചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാണ് ഈ ബങ്കിമായത് എന്ന്. ബങ്കിമായത് എന്ന് പറയുന്നതിന്റെ അർത്ഥം, ബങ്കിം എന്ന വാക്കിന്റെ അർത്ഥം വളഞ്ഞത്, ചെറിയ കല എന്നൊക്കെയാണ്. ബങ്കിം ചന്ദ്രൻ, ചെറിയ കലയോടുകൂടി ചന്ദ്രൻ എന്ന അർത്ഥമാണ്. അപ്പോ വളഞ്ഞത്, ടേൺഡ്, ബെൻഡ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. നീ വളഞ്ഞു പോയത് എങ്ങനെയാണെന്നാണ് അദ്ദേഹം തമാശ രൂപത്തിൽ ചോദിച്ചത്. ബങ്കിംചന്ദ്രൻ പറയുന്ന മറുപടിയിൽ അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ സൂചന ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ ബ്രിട്ടീഷുകാരന്റെ കനത്ത ബൂട്ട് കൊണ്ടുള്ള ചവിട്ട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വളഞ്ഞു പോയത് എന്ന് അദ്ദേഹം ഉത്തരം പറയുക. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ രചന, അനേകം രചനകൾ, സാഹിത്യത്തെക്കുറിച്ച് കൂടി ചിലത് സൂചിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കുന്നത്. 26-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ കാൽപ്പനിക ചരിത്രാഖ്യായിക പുറത്തു വരുന്നു. അതിന്റെ പേര് ദുർഗേശ നന്ദിനി എന്നാണ്. ദുർഗേശ നന്ദിനി ഒരർത്ഥത്തിൽ കാൽപ്പനികമായി റൊമാൻറ്റിക് നോവലാണ്, ചരിത്രപരം കൂടിയാണ്. അക്ബറുടെ കാലഘട്ടത്തിലെ ചില സംഭവവികാസങ്ങൾ വംഗദേശം, ബംഗാളവും കലിംഗദേശം അഥവാ ഇന്നത്തെ ഉത്കൽ, ഒറീസ, ഡൽഹി അടങ്ങുന്ന ഒരു പ്രദേശത്ത് ഭൂപ്രകൃതിയിൽ നടക്കുന്ന ഒരു സംഭവം ഒരർത്ഥത്തിൽ ബംഗാളിലെ ആദ്യത്തെ ആധുനിക ബംഗാളി നോവൽ എന്ന് പറയാവുന്ന ഒന്നാണ് ദുർഗേശ നന്ദിനി. അതിന്റെ കഥാസന്ദർഭമൊക്കെ പറഞ്ഞാൽ ജഗത് സിംഹൻ എന്ന് പറയുന്നതായ ഒരു രാജാവ്, രജപുത്ര വീരൻ, അദ്ദേഹവുമായി അനുരാഗത്തിലാകുന്ന ഒരു തിലോത്തമ, അവിടെ ഒരു ത്രികോണ പ്രണയമൊക്കെ രൂപപ്പെടുന്നു. ആയിഷ എന്ന് പറയുന്നതായ മറ്റൊരു പെൺകുട്ടിയും എല്ലാം ചേർന്ന്. അതിനിടയിൽ തിലോത്തമ ഒരർത്ഥത്തിൽ ഭാരതീയ മഹിളാ സങ്കല്പത്തിന്റെ ഒരു പ്രതീകമായി അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അതിനുള്ളിൽ ജഗത് സിംഹനാണെങ്കിൽ ധർമ്മത്തിന്റെയും നമ്മുടെ സംസ്കാരത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇതേപോലെ മഹത്തരാണ് അദ്ദേഹത്തിന്റെ രാജസിംഹൻ എന്ന് പറയുന്നതായ മഹത്തായ കൃതി. അതേപോലെ പ്രധാനപ്പെട്ടതാണ് ദേവി ചൗധരി റാണി എന്ന് പറയുന്ന. ഈ കൃതികളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്ത്രീകളെ, അമ്മമാരെ ഒരു കരുത്തിന്റെ,
ധാർമ്മികതയുടെ, സദാചാര ബോധത്തിന്റെ, രാഷ്ട്രനിഷ്ഠയുടെ പ്രതീകങ്ങളായി അവതരിപ്പിക്കുന്നത് കാണാം. അന്നേ ബങ്കിംചന്ദ്രൻ എപ്പോഴും അദ്ദേഹത്തിന്റെ എല്ലാ ആഖ്യായികളിലും ഈ ദേവി ചൗധായി റാണി എന്ന് പറയുന്ന ആ കഥ നിങ്ങൾ ഒരുപക്ഷെ സിനിമാ രൂപത്തിൽ കണ്ടിട്ടുണ്ടാവാം. 2025 അത് വീണ്ടും ചിത്രീകരിക്കപ്പെട്ടിരുന്നു, പ്രകാശനം ചെയ്യപ്പെട്ടിരുന്നു. ആ നോവലൊക്കെ നിരോധിക്കപ്പെട്ടതാണ്. ആനന്ദമഠം നിരോധിക്കുന്നതിന് മുമ്പേ തന്നെ ഇതും നിരോധിച്ചതാണ് നോക്കാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് കമലാകാന്തന്റെ മൃത്യുപത്രം. അദ്ദേഹത്തിന്റെ ഈ കമലാകാന്തന്റെ മൃത്യുപത്രം എന്ന് പറയുന്നത് ഹാസ്യാത്മകമായി ചില സത്യങ്ങളെ തുറന്നു പറയുക, മരണത്തെ തന്നെ പ്രതീകമാക്കി വെച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന അതിസുന്ദരമായ ഒരു കൃതിയാണ്. ഇതും ബ്രിട്ടീഷുകാരുടെ കണ്ണിൽപ്പെട്ട അവർക്ക് അപകടകരം എന്ന് തോന്നിയതായ ഒരു കൃതിയാണ്. സത്യത്തിനും ആത്മാർത്ഥതയ്ക്കും ധാർമ്മിക ധീരതയ്ക്കുമുള്ള ഒരു പ്രതീകാത്മക അനുശോചനം എന്നാണ് ഈ ബങ്കിംചന്ദ്രന്റെ കമലാകാന്തന്റെ മൃത്യുപത്രത്തെ കുറിച്ച് പറയപ്പെടുന്നത്. ഇതേപോലെ തന്നെ ആഖ്യായികൾ ഇനിയുമുണ്ട്. ഇതേപോലെ തന്നെ പ്രസിദ്ധങ്ങളായ ഒട്ടനവധി കവിതകളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഭാരതകളങ്ക, ജയ 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 ഹേ, ധൃതി, പ്രകൃതി, ഈശ്വര, മനസ്സ്, ലളിത, ഗീതാധാര, കൃഷ്ണസ്തുതി തുടങ്ങിയിട്ടുള്ള നിരവധി കൃതികൾ. ഇതെല്ലാം ദേശഭക്തിയുടെയും നമ്മുടെ സംസ്കാരത്തിന്റെ മഹത്വത്തെയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എഴുതപ്പെട്ട കൃതികളാണ്. ഒരു കൃതിയെക്കുറിച്ച് 2 വരി പറയേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. അതാണ് അദ്ദേഹത്തിന്റെ ദേശാത്മക ബോധക പദ്യം എന്ന് പറയുന്നതായ കൃതി. ദേശാത്മക ബോധക പദ്യം ഇത് രാഷ്ട്രത്തിന്റെ സ്വത്വത്തെക്കുറിച്ച് പറയുന്ന കവിതയാണ്. നമ്മൾ സ്വത്വത്തെക്കുറിച്ച് ഏറെ അഭിമാനിക്കുന്ന ആളുകളാണ്. ആ തരത്തിൽ നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയായി അതിനെ നമുക്ക് കാണേണ്ടി വരും. അതിലാണ് അദ്ദേഹം കൃത്യമായി തൻ്റെ രാഷ്ട്രസങ്കല്പത്തെ നിർവചിക്കുന്നത്. ആ കവിതയിലാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, രാഷ്ട്രം ഒരു ജൈവ ധാർമ്മിക സത്തയാണ്. രാഷ്ട്രത്തിനായി പ്രേമം, ഭക്തി, ത്യാഗം, സേവനം ഇത് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്ന, അതിൻ്റെ കാരണമായി ബോധ്യപ്പെടുത്തുന്നത് അതൊരു ദൈവികവും ജൈവവുമായ ഒരു ധാർമ്മിക സത്തയാണ് എന്നതാണ്. ഇപ്പൊ രാഷ്ട്രത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തെ വളരെയേറെ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ ഈ ദേശാത്മക ബോധക പദ്യം എന്ന് പറയുന്നതായ കവിത. ഇതിനോടൊപ്പം തന്നെ ഈ സാഹിത്യകൃതികളിൽ വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറയാവുന്നത്, പ്രധാനപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ എഴുതപ്പെട്ടിട്ടില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ്. 2 ആഖ്യായികൾ എഴുതാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. 2 ആഖ്യായികൾ, ഒന്ന് ഝാൻസി റാണിയെക്കുറിച്ചും 2 വാസുദേവ് ബൽവന്ത് ഫഡ്കെയെക്കുറിച്ചും. അപ്പൊ ഇതെല്ലാം ഈ സാഹിത്യ രചനയുടെ പശ്ചാത്തലം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് എങ്ങനെ അടിമുടി ഞാനിത് വേറെ ആരോഗ്യവുമായിട്ട് താരതമ്യം ചെയ്യാൻ പ്രേരിപ്പിക്കാൻ പറയുന്നതല്ല. അപൂർവമായി സംഭവിച്ച കൈത്തറ്റു പോലെ വന്നതല്ല അദ്ദേഹത്തിന്റെ വന്ദേമാതരം എന്നത്. ചിലർക്കൊക്കെ അങ്ങനെയാണ്. മറ്റു പലതും എഴുതുന്നു, പല വികാര വിക്ഷോഭങ്ങളിലും പെട്ട് പല തരത്തിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള കവി മഹാപുങ്കവന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. സാഹിത്യകൃതികൾ, സാഹിത്യകാരന്മാരുണ്ട്. പക്ഷേ ബങ്കിംചന്ദ്രനെ നിരീക്ഷിച്ചാൽ അത് ദുർഗേശ നന്ദിനി മുതൽ ദേശാത്മക ബോധക പദം വരെ ഉള്ള ഈ കൃതികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം, രാഷ്ട്രത്തിൽ സംഭവിച്ച ഈ വിപരീതത്തിന്റെ മുഖ്യ ഉത്തരവാദി നമ്മളാണ് എന്ന ഉറച്ച ബോധ്യം. ഇവിടെയാണ് സംഘത്തിന്റെ സ്ഥാപകനെന്ന് നാം വിളിക്കുന്ന ഡോക്ടർ എഡ്ഗവാർ വിളിക്കുന്ന എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചിലർക്ക് തോന്നാം. അദ്ദേഹം പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ഞാനാണ് ഇത് സ്ഥാപിച്ചതെന്ന് ഡോക്ടർജി ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മളാണ് ഈ മണ്ടത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെയും പറയേണ്ടി വരുന്നു മനസ്സിലാക്കാൻ. അപ്പോൾ ഡോക്ടർജിയും പറയാറുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരുടേതല്ല പ്രശ്നം, ബ്രിട്ടീഷുകാരാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയെന്ന് പറയല്ലേ. കുഴപ്പം ഉണ്ടാക്കിയത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയാറുണ്ടായിരുന്നത് സ്റ്റാർട്ട് ഫ്രം ദ ക്യാപിറ്റൽ ഐ, നമ്മളിൽ നിന്ന് തുടങ്ങും. ബങ്കിംചന്ദ്രന്റെ കൃതികളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ഈ വസ്തുത വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഝാൻസി റാണിയും വാസുദേവ് ബൽവന്ത് ഫഡ്കെയും 2 നോവലായി എഴുതണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അത് നടക്കാതെ വന്നതുകൊണ്ടാവാം ഒരുപക്ഷെ, തോന്നുകയാണ് എനിക്ക്. ശരിയാണോ ഇല്ലയോ എന്ന് നിങ്ങളിലെ സാഹിത്യകാരന്മാർ, വളരെ വലിയ സാഹിത്യകാരന്മാർക്ക് ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആനന്ദമഠം വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് വാസുദേവ് ബൽവന്ത് ഫഡ്കെയുടെ ചില അംശങ്ങൾ സത്യേന്ദ്രനിൽ കാണാൻ സാധിക്കും.
സ്വാമി സത്യേന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ നമുക്ക് അതിൽ ഫഡ്കയെ കാണാൻ സാധിക്കും. ശാന്തിയിൽ ഝാൻസി റാണിയുടെ അംശങ്ങളും കാണാൻ സാധിക്കും എന്ന് തോന്നുകയാണ്. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആഗ്രഹം അദ്ദേഹം ആനന്ദമഠത്തിലൂടെ ഒരു പരിധിവരെ നിർവഹിക്കുന്നുണ്ട് എന്ന് കാണാം. 1875 വെളിപ്പെട്ട ഈ മന്ത്രം പിന്നീട് ആനന്ദമഠത്തിലൂടെ ജനകീയമാക്കപ്പെട്ട ആ മന്ത്രം എന്നതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉറക്കെ ഉച്ചരിക്കാനുള്ള ഒരു മുദ്രാവാക്യം കൂടിയായി പരിണമിച്ച ആ മന്ത്രം ദേശമെങ്ങും വ്യാപിച്ചതിനെ കുറിച്ച് നേരത്തെ സോമരാജൻ സാറ് സൂചിപ്പിച്ചു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമായിരുന്നു 1905 വംഗഭംഗം അല്ലെങ്കിൽ ബംഗാൾ വിഭജനം. ബംഗാൾ എന്ന് കേൾക്കുമ്പോൾ ഈ ഇരിക്കുന്ന ആൾക്കാർക്കാർക്കും സംശയം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം നമുക്ക് അല്പം ചരിത്രബോധമുള്ളവരാണ്, ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് അറിയുന്നവരാണ്. ബംഗാൾ പ്രസിഡൻസി എന്ന് പറയുമ്പോൾ ഇന്നത്തെ പശ്ചിമ ബംഗാൾ അല്ല എന്ന് നിങ്ങൾക്കറിയാം. പശ്ചിമ ബംഗാളിനൊപ്പം തന്നെ പൂർവ്വ ബംഗാളും ആസാമും ഒറീസയും ബീഹാറും മിസോറാമും നാഗാലാൻഡും എന്തിന് ആൻഡമാൻ വരെ അടങ്ങുന്നതായ ഒരു വലിയ പ്രദേശമാണ് ബംഗാൾ പ്രസിഡൻസി. ഈ ബംഗാൾ പ്രസിഡൻസിയെ വിഭജിക്കണം എന്ന് തോന്നൽ ഇവരുടെ ഉള്ളിൽ ഉണ്ടായത് 1905 1868 തന്നെ സർ സ്റ്റാഫോർഡ് നോർത്ത്കോട്ട് അവിടെ ഗവർണറായിരിക്കുമ്പോൾ ആദ്യമായി ഈ പ്രപ്പോസൽ വെക്കാനുള്ള പശ്ചാത്തലം, അതിന്റെ കാരണവും നേരത്തെ സൂചിപ്പിച്ച ഈ യുദ്ധങ്ങളുടെ സംഘർഷങ്ങളുടെ ഒക്കെ പ്രേരണ ബിന്ദുവായി ബംഗാൾ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തിൽ നിന്നാണ് ബംഗാളിനെ ശിഥിലമാക്കാനുള്ള ആഗ്രഹം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ അതിശക്തമായ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ എതിർപ്പാണ്, പ്രതിഷേധമാണ് അന്നുണ്ടായത്. അതുകൊണ്ട് ആ തീരുമാനം ഒരല്പം പിന്നോട്ട് മാറ്റിവെക്കും. ഒരു 18 വർഷം കൂടി കഴിഞ്ഞപ്പോൾ 1886 ലഫ്റ്റനന്റ് ഗവർണർ ചാൾസ് എലിയറ്റ് വീണ്ടും ഈ പ്രപ്പോസൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ മുമ്പാകെ വെക്കുന്നു, ബംഗാളിനെ വിഭജിക്കേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട്. പക്ഷേ ഈ ചാൾസ് എലിയറ്റ് ഒരർത്ഥത്തിൽ നോർത്ത് കോട്ടിനേക്കാൾ കുറച്ചുകൂടി ജനാധിപത്യവാദിയായിരുന്നതുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തും. ജനാഭിപ്രായം പരിപൂർണമായും വിഭജനം നടത്തരുത് എന്ന ഒരു അഭിപ്രായത്തിലായിരുന്നു. ഏതാണ്ട് 18 വർഷം കഴിയുമ്പോൾ വീണ്ടും പരിശ്രമം നടക്കുന്നു കഴ്സന്റെ നേതൃത്വത്തിൽ. അങ്ങനെ 18 വർഷങ്ങൾ, അവസാനത്തേത് കൃത്യം 18 അല്ല, എന്നാൽ പോലും ഏതാണ്ട് 18 വർഷത്തിൻ്റെ ഇടയിൽ 1868 മുതൽ 1905 വരെയുള്ള കാലഘട്ടത്തിൽ 3 പരിശ്രമങ്ങൾ നടന്നു. കഴ്സൺ കുറച്ചുകൂടി രാഷ്ട്രീയക്കാരനായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് വളരെ ആസൂത്രിതമായി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ വിഭജിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ട് അദ്ദേഹം ഈ വിഭജനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിക്കുന്നു. മുഖ്യമായും ഒരു 3 കാരണങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനെയും പ്രേരിപ്പിച്ചിരിക്കണം എന്ന് തോന്നുകയാണ്. ഒന്നാമത്തത് ആഫ്രിക്കയിലെ ബോർ യുദ്ധ പരാജയം. ഇംഗ്ലീഷുകാരൻ പറങ്കികൾ യുദ്ധത്തിൽ എല്ലായിടത്തും വിജയിക്കുന്നവരാണ് എന്ന തോന്നലിന് ഒരു വലിയ ആഘാതം സൃഷ്ടിച്ചു. അവർക്കൊരു വലിയ ഇത്തിരി കിടുക്കം ഉണ്ടായ സന്ദർഭം. മറ്റൊന്ന് സ്വാമി വിവേകാനന്ദന്റെ മടങ്ങിവരവ്. വൈചാരികമായി ബൗദ്ധികമായി പാശ്ചാത്യ ലോകത്തെ മുഴുവൻ കീഴടക്കി തിരിച്ചു വന്ന വിവേകാനന്ദൻ ഭാരതീയരുടെ ഉള്ളിൽ വിശേഷിച്ച് ബംഗാളത്തും മദ്രാസ് പ്രസിഡൻസിയിലും ബംഗാൾ പ്രസിഡൻസിയിലും ഉണ്ടാക്കിയ വലിയ ചലനങ്ങൾ. ഇതിനെല്ലാം പുറമെ ബംഗാളിന്റെ ഒരു സവിശേഷത, ഇതിനു മുമ്പ് നടന്ന 2 പരിശ്രമങ്ങളിലും അവർക്ക് പിൻവാങ്ങേണ്ടി വന്നതിൻ്റെ പ്രധാന കാരണം ബംഗാളിലെ ജനതയുടെ ഉള്ളിലുള്ള സമരസതാബോധം, ഐക്യബോധം, ജാതിയുടെയോ വർഗത്തിൻ്റെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ അവരെ ഭിന്നിപ്പിക്കാൻ കഴിയുകയില്ല. അവരൊറ്റക്കെട്ടായി നിന്ന് ഈ ഭാരതത്തിൻ്റെ തന്നെ നേതൃത്വം ഏറ്റെടുക്കും എന്ന ബോധ്യം. ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇതിനെ ശിഥിലമാക്കാനുള്ള തീരുമാനം അവർ കൈക്കൊള്ളുന്നതും. 1902 ആയപ്പോഴേക്കും കഴ്സൺ ബ്രിട്ടീഷ് സർക്കാരിന് എഴുതുന്നു ഭരണ സൗകര്യാർത്ഥം ഇതിനെ വിഭജിക്കണം എന്ന്. 1903 ആയപ്പോഴേക്കും ഗസറ്റിൽ പ്രൈം മിനിസ്റ്ററുടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കത്ത് പ്രസിദ്ധം ചെയ്യുന്നു. 1904 മുതൽ ഔദ്യോഗികമായി വിഭജനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അതിശക്തമായ പ്രതിഷേധം ബൗദ്ധിക മേഖലയിൽ, ബുദ്ധിജീവികളുടെ ഇടയിൽ, പത്രങ്ങളുടെ ഇടയിൽ
ഉണ്ടാവുകയാണ്. എല്ലാ പത്രങ്ങളും, ദേശീയ പത്രങ്ങൾ, മറ്റ് പത്രങ്ങളുണ്ട്, അവരതിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ അതിശക്തമായി ഈ തീരുമാനത്തെ എതിർത്ത് തുടങ്ങുന്നു. പറഞ്ഞു, മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ, സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഹിന്ദുക്കളോടൊപ്പം ഇടകലർന്ന് ജീവിക്കാൻ താല്പര്യപ്പെട്ടിരുന്ന ആളുകളാണ്. അവരൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കാൻ സന്നദ്ധരായി. കഴ്സൺ ഒരർത്ഥത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു, മുസ്ലിങ്ങൾ ഈ കാര്യത്തിന് അനുകൂലമാണ് വിഭജനത്തിന് എന്ന്. ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെ എതിർത്തുകൊണ്ടുള്ള പ്രസ്താവനകളുമായി മുസ്ലിം നേതാക്കന്മാർ രംഗത്ത് വരികയും ചെയ്തു. ഇതെല്ലാം ആ കാലഘട്ടത്തിൽ നടക്കുന്നതാണ്. പക്ഷേ കുടിലബുദ്ധിയായ തന്ത്രശാലിയായ കഴ്സനും കൂട്ടരും മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് അവരുടെ ഉള്ളിലെ സോഫ്റ്റ് ടാർഗറ്റിനെ തേടിയത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഡാക്ക നവാബായിരുന്നു. നവാബ് തുടക്കത്തിൽ ഇതൊരു ചെകുത്താന്റെ കച്ചവടമാണ് എന്ന് പ്രഖ്യാപിച്ച നവാബിനെ 1,00,000 പവൻ കൊടുത്ത് തങ്ങളുടെ വശത്തിലേക്കാക്കുന്നു. പണം കൊടുത്ത് തന്നെ 1,00,000 പവൻ കൊടുത്തു. അതിന് വേറെ ചില കാരണങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാം സംഭവിച്ചെങ്കിലും സാധാരണ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി സർ ആഗാ ഖാനോ അല്ലെങ്കിൽ അതേപോലെയുള്ള മുസ്ലിം നേതാക്കന്മാരോ നവാബോ ഒക്കെ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നപ്പോൾ സാധാരണ മുസ്ലിങ്ങൾ ഹിന്ദുക്കളുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ വിഭജന പ്രഖ്യാപനത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം നടത്തുന്നു. സംഘടനയെക്കുറിച്ച്, ന്യൂ നാഷണലിസ്റ്റ് ഓർഗനൈസേഷനെ കുറിച്ചൊക്കെ സാറ് സൂചിപ്പിച്ചു. സത്യമായിരിക്കാം, അങ്ങനൊരു സംഘടന ഉണ്ടായിരിക്കാം. പക്ഷേ ജനങ്ങളാണ് പൊരുതിയത്, അവരെ നയിച്ചത് വന്ദേമാതരമായി. ജനങ്ങളാണ് നയിച്ചത്. ഇനിയൊരു സംഘടന എന്ന നിലയിൽ രൂപപ്പെട്ടിരുന്ന, വീണ്ടും ഇവിടെ ചരിത്രം ഒരർത്ഥത്തിലുള്ള അനീതി കാണിക്കപ്പെട്ട മറ്റൊരു പ്രസ്ഥാനം അന്നത്തേക്ക് രൂപപ്പെട്ടിരുന്നു. അതിന്റെ പേര് വന്ദേമാതരം ഭിക്ഷു സമ്പ്രദായം എന്നുള്ളതാണ്. വന്ദേമാതരം ഭിക്ഷു സമ്പ്രദായം ശാഖകൾ തുടങ്ങിയവർ, ആ ശാഖയിൽ പോകുന്ന ചെറുപ്പക്കാർക്ക് ഗണവേഷം ഉണ്ടായിരുന്നു. ആ ഗണവേഷത്തിന്, യൂണിഫോമിന് വന്ദേമാതരം യൂണിഫോം എന്നാണ് ഇന്ന് പറഞ്ഞിരുന്നത്. ആ യൂണിഫോം ധരിച്ച് ഒരുമിച്ച് കൂടുന്ന ചെറുപ്പക്കാര് ആയുധ പരിശീലനം പോലും നടത്തി ബ്രിട്ടീഷുകാരോടുള്ള ഒരു സായുധ പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നവരെന്നുള്ള നിലയിൽ ലാഠി തുടങ്ങിയിട്ടുള്ള ആയുധങ്ങൾ പരിശീലിച്ചു തുടങ്ങിയിരുന്നു ഈ വന്ദേമാതരം ഭിക്ഷു സമ്പ്രദായം. സ്വയം ഭിക്ഷുക്കളാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ ഒരർത്ഥത്തിൽ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സ്വയം സേവകരെന്ന് പോലും വിളിക്കുന്ന തരത്തിലാണ് ബംഗാളിൽ അവരുടെ പേര് പോലും പറഞ്ഞിരുന്നത്. എല്ലാവരെയും പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത് വന്ദേമാതരം മാത്രമായിരുന്നു. കോൺഗ്രസിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. കോൺഗ്രസ് വിചാരിച്ചിരുന്നെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം കോൺഗ്രസ് എവിടെയാണ് ഉണ്ടായിരുന്നത് ഈ കാലഘട്ടത്തിൽ? 905 കാലഘട്ടത്തിലൊക്കെ അപ്പോഴും ലോങ് ലീവ് കിങ്, ഗോഡ് സേവ് കിങ് എന്ന് പറയുന്ന ബ്രിട്ടന്റെ ദേശീയ ഗാനം പാടിക്കൊണ്ട് നടത്തുന്ന ഒരുതരം ചർച്ചായോഗം മാത്രമായിരുന്നു ആ കാലഘട്ടത്തിൽ കോൺഗ്രസ്. ഭാരതത്തിൽ അഖില ഭാരത വ്യാപകമായ സ്ഥാനം അതിന് ഉണ്ടായിരുന്നും ഇല്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സമിതികളും അഖാഡകളും രൂപപ്പെട്ടു. ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയൊരു ആവേശം ഉണ്ടാവുകയായിരുന്നു. അങ്ങനെയാണ് ആദ്യ ഔദ്യോഗിക പരിപാടി, ഈ ഭിക്ഷു സമ്പ്രദായത്തിന്റെ, വന്ദേമാതര പ്രസ്ഥാനത്തിന്റെ ആദ്യ ഔദ്യോഗിക പരിപാടി എന്ന നിലയിൽ വംഗഭംഗ വിരോധ ദിനം എന്ന നിലയിലുള്ള പരിപാടി നടത്തി. നേരത്തെ പറഞ്ഞു 904 ഇതിന്റെ മണമടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ കൽക്കട്ടയിലെ മഹത്തായ കൽക്കട്ട കോളേജിന്റെ ഗ്രൗണ്ട് മുഴുവൻ തിങ്ങി നിറഞ്ഞു. ഒരാൾക്ക് പ്രസംഗിച്ചാൽ കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് 4 സ്റ്റേജിലൂടെ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടാണ് അതിന്റെ ആരംഭം ഉണ്ടായി. 904 അന്നും വന്ദേമാതരമായിരുന്നു അവർക്ക് പ്രേരണയായിരുന്നു. പിന്നീട് ആദ്യ ഔദ്യോഗിക പരിപാടിയാണ് ഒക്ടോബർ 16-ാം തീയതി ഒരു സ്പെഷ്യൽ രക്ഷാബന്ധനം നടത്താൻ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എല്ലാവർക്കും വേണ്ടി വന്ദേമാതരം അന്ന് അവിടെയും ആലപിച്ചു. വന്ദേമാതരം ആലപിച്ചതിനോടൊപ്പം ഒരു നവരക്ഷാബന്ധന ഗീതവും അദ്ദേഹം എഴുതി ബംഗാളി. ആ ഗീതത്തിന്റെ 2 വരി, ഏകസൂത്രേ ബാടിയാച്ചി സഹസ്രടിമൻ ഏക കാര്യേ സംപ്രിയാച്ചി സഹസ്ര ജീവൻ. ഒരു കാര്യത്തിനു വേണ്ടി ഒരുമിക്കുന്ന പ്രാണനുകൾ, ആയിരക്കണക്കിന് പ്രാണനുകൾ, ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരുമിക്കുന്ന ആയിരക്കണക്കിന് പ്രാണന്മാർ, നമ്മൾ ഒന്നാകുന്ന മുഹൂർത്തമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ആ പോരാട്ടം. അവിടെ നിന്ന് അതിന്റെ ചലനം എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചു. പഞ്ചാബിൽ അതിന്റെ അനുരണനം ഉണ്ടായി.
അങ്ങ് സൗത്ത് ആഫ്രിക്കയിൽ അതിന്റെ അനുരണനം ഉണ്ടായി. വന്ദേമാതരം വർഗീയ ഗാനമാണ് എന്ന് പറയുന്ന ഇന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പൻ സൗത്ത് ആഫ്രിക്കയിൽ ഇരുന്നു കൊണ്ട് ഗുജറാത്തിയിലേക്ക് വർണ്ണ പരിവർത്തനം നടത്തി വന്ദേമാതരത്തിന്. സാക്ഷാൽ ഗാന്ധിജി വന്ദേമാതരത്തെ ഗുജറാത്തികൾക്കും ട്രാൻസ്ലേഷനല്ല, ഭാഷയിൽ വല്ല സമാനതകൾ ഉള്ളതുകൊണ്ട് വളരെ പ്രയാസമില്ലാത്തതുകൊണ്ട് ലിപി മാത്രം മാറ്റിയോടെ അവരെ കൊണ്ട് പാടിച്ചു. എന്നാൽ ആദ്യത്തെ ട്രാൻസ്ലേഷൻ ഉണ്ടാകുന്നത് വാൽമീകി രാമായണത്തിന് ഒരു ട്രാൻസ്ലേഷൻ എന്ന പദപ്രയോഗം തെറ്റാണ് അവിടെ. എന്നാൽ പോലും വാൽമീകിയുടെ രാമായണത്തെ ആദ്യമായി ഒരു പ്രാദേശിക ഭാഷയിലേക്ക് പരിവർത്തിപ്പിച്ചത് കമ്പരായതുപോലെ വന്ദേമാതരം എന്ന ബങ്കിം ചന്ദ്രന്റെ ഈ മഹത്തായ മന്ത്രത്തെ മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നത് തമിഴിലേക്കാണ് ആദ്യമായി. അത് വേറെ ആരുമല്ല, സുബ്രഹ്മണ്യ ഭാരതിയാരാണ്. തിരുനെൽവേലിയിലെ എട്ടയപുരം എന്ന് പറയുന്ന ഗ്രാമത്തിൽ സുബ്രഹ്മണ്യൻ എന്ന് പേരായിട്ടുള്ള കുട്ടി, അത് ചെറുപ്പം മുതലേ തന്നെ ദേശഭക്ത ഗാനങ്ങൾ മാത്രം എഴുതിയിരുന്ന, ദേശഭക്തിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള സുബ്രഹ്മണ്യനെ അവിടുത്തെ നാടുവാഴി വിളിച്ച പേരാണ് ഇവൻ ശരിയാന ഭാരതി. അങ്ങനെയല്ലേ കൃഷ്ണജി? ഇവൻ ശരിയാന ഭാരതി എന്ന് സുബ്രഹ്മണ്യന് പേരിട്ട് കൊടുത്ത ആ സുബ്രഹ്മണ്യ ഭാരതിയാർ 906 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൽക്കട്ടയിലെത്തി. പോയതിന്റെ മുഖ്യ ഉദ്ദേശം ഭഗിനി നിവേദിതയെ കാണാനായി. നിവേദിതയുടെ തൃക്കാൽക്കലിരുന്ന് വിപ്ലവ ദീക്ഷ ഏറ്റുവാങ്ങി സുബ്രഹ്മണ്യ ഭാരതിയാർ. വിപ്ലവ ദീക്ഷ. ദേവിക്ക് മഹാകാളിക്ക് നേദിച്ച കുങ്കുമം നിവേദിത സുബ്രഹ്മണ്യ ഭാരതിയുടെ തിരുനെടിലത്തിൽ അണിയിച്ചു കൊടുത്തു. വന്ദേമാതരത്തിന്റെ കൃതിയും വാങ്ങി മടങ്ങി വന്ന സുബ്രഹ്മണ്യ ഭാരതിയാർ അതിന്റെ തർജ്ജമ നടത്തി. തർജ്ജമ ഒരെണ്ണം ചെയ്തപ്പോൾ തൃപ്തി വരാതെ 2 നടത്തിയത്. എന്റെ ഉച്ചാരണം ശരിയല്ലെങ്കിൽ വിശ്വനാഥ്ജി എങ്കിലും ക്ഷമിക്കണം, ബാക്കി തമിഴ് അറിയുന്ന എത്ര പേരുണ്ടെന്ന് അറിയില്ല എനിക്ക്. വന്ദേമാതരം ഇനിയ നീർ പെരുക്കിനെ ഇൻകനി വളർത്തിനെ തനിതട്ട മലയത്തൻകാർ ചിറപ്പിനെ പൈനിപ്പഴനം വരവിനെ വടിവിനെ വന്ദേ മാതരം. ഏതാണ്ട് ശരിയാണ്. അത് കഴിഞ്ഞ് സാറിനുണ്ടല്ലോ എഴുതിയിട്ടും തൃപ്തി വരാത്ത പോലെ എന്നാണ്. എഴുതിയിട്ടും തൃപ്തി വരാത്ത പോലെ അദ്ദേഹം വീണ്ടും ട്രാൻസ്ലേറ്റ്, വീണ്ടും വന്ദേമാതരത്തെ പരിവർത്തിപ്പിച്ചു. വന്ദേമാതരം തളിർമണി നീരും നയമ്പടു കനികളും കുളിർപ്പൂം തെന്നലും കൊടുമ്പൊഴിൽ പൂശയും. സുന്ദരമായ കവിതയാണ്. അതിലൂടെ വന്ദേമാതരം മറ്റൊരു ഭാഷയിലേക്ക്, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കന്നഡത്തിലേക്ക്, കുറച്ച് കഴിഞ്ഞപ്പോൾ തെലുങ്കിലേക്ക്, എല്ലാ ഭാഷയിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടു. ഭാരതത്തെ ഏകീകരിക്കുന്ന ഒരു മഹത്തായ ശക്തിയായി വന്ദേമാതരം മാറുകയാണ്. വീടുകളുടെ മുന്നിൽ എഴുതി വയ്ക്കുക വന്ദേമാതരം. തെക്കൻ ഭാഗത്തൊക്കെ കോലമിടുന്ന സമ്പ്രദായമുണ്ട്. ആ കോലമിടുന്നതിന്റെ രൂപം മാറ്റി അമ്മമാര് വന്ദേമാതരത്തിന്റെ പല വർണ്ണങ്ങളിൽ പല രൂപങ്ങളിൽ ഇടുന്നതിന് വേണ്ടി അമ്മമാര് തമ്മിൽ മത്സരിക്കാൻ തുടങ്ങി. കടകൾ തുടങ്ങിയാൽ പേര് വന്ദേമാതരം സ്റ്റോർ എന്നാണ്. ന്യൂ വന്ദേമാതരം സ്റ്റോർ, ബെസ്റ്റ് വന്ദേമാതരം സ്റ്റോർ എന്ന് പറഞ്ഞ് വന്ദേമാതരത്തിന്റെ രൂപാന്തരങ്ങൾ പേരുകൾ ഇട്ടുകൊണ്ട് കടകൾ തുടങ്ങാൻ തുടങ്ങി, വീടുകൾക്ക് പേരിടാൻ തുടങ്ങി. ഈ നിലയിൽ ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അരവിന്ദൻ പറഞ്ഞില്ലേ, ഇത് ഒരു സീക്രട്ട് മന്ത്രയാണ്. എ സീക്രട്ട് മന്ത്ര. അത് ചാർജ്ഡ് വിത്ത് മൈറ്റി പവർ. മന്ത്രങ്ങളുടെ എല്ലാം പ്രത്യേകത ഏതാണ്? വേണ്ടും വണ്ണം ചേർക്കപ്പെട്ടാൽ അതിൽ നിന്ന് അഗ്നിസ്ഫുലിംഗങ്ങൾ ഉണ്ടാകും എന്ന് ആചാര്യന്മാർ പറയുന്നത് കൊണ്ടാണ്. അങ്ങനെ പ്രേരിതരായ ആ ജനകോടികൾ വന്ദേമാതരത്തെ ഏറ്റുവാങ്ങി. വന്ദേമാതരം രചിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുകയാണ്, സമയം വൈകുകയാണ്. വന്ദേമാതരം രചിക്കുന്ന സമയത്ത് ബങ്കിംചന്ദ്രൻ എന്ന ഋഷി, അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ കൃതി പരമാവധി ഇടങ്ങളിലേക്ക് എത്തണമെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായി. അതാണല്ലോ അദ്ദേഹം പറഞ്ഞത് 30 വർഷം കഴിയുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിന്റെ ശക്തി. എന്നാൽ ഈ കൃതി തുടക്കത്തിലെ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇല്ലാതാക്കപ്പെടരുത് എന്ന ബോധ്യവും രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തിനുണ്ടായിരുന്നു, ബങ്കിംചന്ദ്രനുണ്ടായിരുന്നു. അതുകൊണ്ടാകണം ഭാരതത്തെക്കുറിച്ചുള്ള സങ്കല്പം ഇല്ലാഞ്ഞിട്ടല്ല, ഭാരതത്തിലെ ജനസംഖ്യയെക്കുറിച്ചുള്ള ബോധ്യമില്ലാഞ്ഞിട്ടല്ല, അദ്ദേഹം അതിന്റെ ആദ്യ കൃതിയിൽ സപ്തകോടി കണ്ഠകള നിനാദ കരാളെ ദി സപ്തകോടി ഭുജൈർധൃത കരവാളെ എന്നാണ് ദേശസൂചകമായ മന്ത്രത്തിലെ ശ്ലോകത്തിൽ എഴുതിയത്. ഈ മന്ത്രത്തിന് 3
ഭാഗങ്ങളാണുള്ളത്. ദേശം, ജനം, ധർമ്മം. ദേശസൂചകമായ, അതായത് ഭൂപരിധിയും അവിടുത്തെ ജനങ്ങളെയും കുറിക്കുന്ന ഭാഗം അതാണല്ലോ കോടി കോടി കണ്ട കളകള നിനാദ കരാളെ കോടി കോടി ഭുജയുധൃതകര കരവാളെ എന്ന് നമ്മൾ ഇപ്പോൾ പാടുന്നു. ബോധപൂർവം ഇത് ഭാരതത്തിൽ മുഴുവൻ വിപ്ലവാഹ്വാനം നടത്താൻ എഴുതപ്പെട്ട ഒരു വിപ്ലവ പാട്ടല്ല എന്ന് ബോധ്യപ്പെടണം എന്ന നിലയിൽ ചെയ്ത ഒരു തന്ത്രമായി വേണം ഈ സപ്തകോടിയെ കാണാൻ. അല്ലാതെ അദ്ദേഹത്തിന് ഭാരതത്തെ കുറിച്ച് മുഴുവൻ ബോധ്യമില്ലാത്തതുകൊണ്ടല്ല. ഹരിയേട്ടൻ രംഗഹരിജി വന്ദേമാതരത്തിന്റെ ആത്മകഥ എഴുതുമ്പോൾ അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നു, ഇത് ബങ്കിം ചന്ദ്രന്റെ ബുദ്ധിയുടെ ഒരു പ്രയോഗമാണ്. വ്യാപകമാകുന്നതോടനുബന്ധിച്ച് അതിനു വേണ്ട പരിവർത്തനം വരുത്താൻ ആരെങ്കിലും വരുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. വന്നു 906 ആദ്യം 1896 കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യം ഇത് പാടി രവീന്ദ്രനാഥ് ടാഗോർ. പിന്നീട് 906 കൊൽക്കത്ത സമ്മേളനത്തിൽ വീണ്ടും ഇത് പാടാൻ കവിഗുരു എത്തുകയാണ്. അദ്ദേഹം ഒരു നല്ല ഗായകൻ കൂടിയായിരുന്നു. അത് പാടി വരുന്ന സമയത്താണ് എല്ലാവരും അത്ഭുതത്തോടെ, ഉൾപ്പുളകത്തോടെ ഒരു ചെറിയ വ്യത്യാസം മനസ്സിലാക്കിയത്. പാടി വരുമ്പോൾ അന്ന് ഒരു ആസൂത്രണവുമില്ലാതെ രവീന്ദ്രനാഥ് ടാഗോർ പാടി കോടി കോടി കണ്ഠ കളകളനിനാദ കരാളെ കോടി കോടി ഭുജൈർധൃത കരകരവാളെ എന്ന് മാറ്റിപ്പാടിയതോട് കൂടിയിട്ടാണ് അതിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് ഇത് പരിവർത്തനം ചെയ്യപ്പെട്ടത്. ഈ ചരിത്രം മനസ്സിലാകാത്ത ഇതാരാണ് ഇതിൽ പരിവർത്തനം വരുത്തിയത്? പരിവർത്തനം വരുത്താനുള്ള അവകാശമുണ്ട് അത്തരം കവികൾ. അങ്ങനെ വന്നതാണ് ഇപ്പം നമ്മൾ പാടുന്ന കോടി കോടി കണ്ഠ കളകള നിനാദേ കരാളെ. ഇത് സംഭവിച്ചതും 906 വന്ദേമാതരത്തിന്റെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതേ വർഷമാണ് ഭാരതത്തിന്റെ ഒരു ദേശീയ പതാകയെ ഭഗിനി നിവേദിത ഡിസൈൻ ചെയ്യുന്നത്. 906. അതുവരെ ഉണ്ടായിരുന്ന പതാക എന്തായിരുന്നു നമുക്കറിയാം. അതിന് പകരം ഭാരതത്തിന് യഥാർത്ഥത്തിലുള്ള പതാക കാവി നിറത്തിലുള്ളതാകണം എന്ന് പറഞ്ഞുകൊണ്ട് കാവി ദീർഘചതുരാകൃതിയിലുള്ള പതാക, അതിൻ്റെ നടുവിലുള്ള വൃത്തത്തിൽ ദധീജിയുടെ നട്ടലിൽ നിന്ന്, ത്യാഗത്തിന്റെ സമർപ്പണത്തിന്റെ മൂർത്തിയായ ദധീജിയുടെ നട്ടലിൽ നിന്നുണ്ടാക്കപ്പെട്ട വജ്രായുധം, അതിന്റെ രൂപം, താഴെ വന്ദേമാതരം ആലേഖനം ചെയ്ത് യഥോ ധർമ്മസ്ഥതോ ജയ എന്ന ആലേഖനം കൂടിയുള്ള ദേശീയ പതാകയ്ക്ക് രൂപം കൊടുക്കുന്നതും. അപ്പോ ഒരർത്ഥത്തിൽ വന്ദേമാതരം എന്ന് പറയുന്ന ആ മന്ത്രം നമ്മുടെ കൊടിയടയാളം പോലും ആയിട്ടും പരിവർത്തനം ചെയ്യപ്പെടുകയാണ്. ജനങ്ങളുടെ നാവുകളിൽ സദാ തത്തിക്കളിക്കുന്ന മന്ത്രമായി പരിവർത്തനം ചെയ്യപ്പെട്ടു. ഒറ്റക്കെട്ടായി മുന്നേറാനുള്ള പ്രേരണ നൽകുന്ന, വേണമെങ്കിൽ നിങ്ങൾ മുദ്രാമന്ത്രമെന്നോ മുദ്രാവചനമെന്നോ ഉദ്ഘോഷമെന്നോ പറയൂ, അങ്ങനെയും ആയി. അങ്ങനെ വളർന്ന വന്ദേമാതരത്തെ ഇല്ലാതെയാക്കാനുള്ള പരിശ്രമം നാനാഭാഗത്തു നിന്നും, ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന്, ഭാരതത്തിന്റെ ഉള്ളിലെ വർഗീയവാദികളിൽ നിന്ന് ഒക്കെ ഉണ്ടായി. അങ്ങനെയാണ് 937 ഫൈസാബാദ് സമ്മേളനത്തിൽ വെച്ച് വന്ദേമാതരത്തിന്റെ അവസാനത്തെ 2 അതിമനോഹരവും അതിശക്തവുമായി, മൊത്തം ശക്തമാണ്, പക്ഷേ ഈ മന്ത്രത്തിന്റെ കരുത്ത് പൂർണ്ണമായി ബോധ്യപ്പെടുന്ന ആ 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും ഖണ്ഡികകൾ മുറിച്ചു മാറ്റുന്നു. ഉറച്ചു വിശ്വസിക്കുന്നു, വന്ദേമാതരമെന്ന വിശുദ്ധ മന്ത്രത്തെ ഈ തരത്തിൽ അവഹേളിക്കാതിരുന്നിരുന്നു എങ്കിൽ, ഈ തരത്തിൽ വിഭജിക്കാതിരുന്നിരുന്നു എങ്കിൽ ഭാരതവും വിഭജിക്കപ്പെടില്ലായിരുന്നു എന്നാണ് വസ്തുത. ഭാരതവും വിഭജിക്കപ്പെടില്ലായിരുന്നു. അതിന് പറയാനുള്ള കാരണം, വംഗഭംഗ വിരോധാന്തോളനം അതൊരൊറ്റ ആന്തോളനമാണ്. 100-101% വിജയമായി തീർന്ന ഒരു പ്രക്ഷോഭം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ. ആ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വലിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതും നമുക്കറിയാം. ജനങ്ങൾ ഏറ്റെടുത്ത് മഹത്തരമാക്കിയതിനു ശേഷം മുന്നിലേക്ക് വന്നു നിൽക്കാൻ നേതാക്കന്മാരുണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ജനങ്ങൾ നടത്തിയ പോരാട്ടം അവർക്ക് പ്രേരണയായി വന്ദേമാതരം എന്ന മന്ത്രമാണ് ഉണ്ടായിരുന്നത്. ആ വിശുദ്ധിയുടെ സിദ്ധിയായി ബ്രിട്ടീഷുകാർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. പരിപൂർണമായി വിജയിച്ചു. ഏത് കാലഘട്ടത്തിൽ? ബ്രിട്ടീഷുകാർ ലോകത്തിലെ പരമപ്രധാനപ്പെട്ട ശക്തിയായി വിരാജിക്കുന്ന കാലത്ത്, ലോകം മുഴുവൻ ഒരു വശത്ത് നിന്നുകൊള്ളട്ടെ, ഞങ്ങൾ മറുവശത്ത് നിന്ന് എതിർക്കാമെന്ന ധിക്കാരം അതിൻ്റെ സർവോച്ചാവസ്ഥയിൽ നിലനിന്നിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാരനെ നമ്മൾ പരാജയപ്പെടുത്തി. പിന്നീട് മുഴുവൻ ഭാരതവും വിഭജിക്കപ്പെട്ടപ്പോൾ ആ ശക്തി എന്തുകൊണ്ടുണ്ടായില്ല? ആ പരിവർത്തനമാണ്
1936 മുതൽ പ്രത്യക്ഷത്തിൽ വന്നു തുടങ്ങിയത് വന്ദേമാതരത്തിനെതിരെ, ഭാരതത്തിന്റെ തനിമയ്ക്കെതിരെ, നമ്മുടെ സനാതന ധർമ്മത്തിന്റെ വിശുദ്ധങ്ങളായ മൂല്യങ്ങൾക്കെതിരെ സമര നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് അതിനെ ഒക്കെ ഒരു വശത്തേക്ക് മാറ്റിവെച്ചപ്പോൾ നമ്മുടെ ഉൾക്കരുത്ത് ചോർന്നുപോയി. ഭാരതത്തിന്റെ പൗരുഷം, ഭാരതത്തിന്റെ ആ വീരപൗരുഷം, പൗരുഷം എന്ന് പറയുമ്പോൾ സ്ത്രീത്വവും എല്ലാം അടങ്ങുന്നതാണ് കേട്ടോ, ആ പൗരുഷം ചോർന്നുപോയി. അതുകൊണ്ടാണ് ചെറുക്കാൻ കരുത്തില്ലാതെ നമുക്ക് മീക്ക് സറണ്ടറിങ് നടത്തേണ്ടി വന്നത് 1947. ആ കരുത്ത് ചോർന്നു പോയതുകൊണ്ടാണ്, സാധനയുടെ ശക്തി ചോർത്തിക്കളഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ സംഭവിക്കില്ലായിരുന്നു. വെട്ടിമുറിക്കപ്പെട്ടത് ബംഗാൾ എന്ന് പറയുന്ന എവിടെയുള്ള സ്ഥലമാണ്? എന്തിനാണ് സുബ്രഹ്മണ്യ ഭാരതിയാർ ഈ തെക്ക് നിന്ന് അവിടെ വരെ പോയത്? തമിഴ്നാടും കേരളവും ആന്ധ്രയും തെലുങ്കാനയും ഗുജറാത്തും പഞ്ചാബും ഒക്കെ പൊരുതിയത് അവരെ എന്തു ബാധിക്കാനാണ് ബംഗാളിന്റെ വിഭജനം? പക്ഷെ അവർക്കറിയാമായിരുന്നത് ഭാരതമാതാവിനെതിരായിട്ട് നടന്ന ആക്രമണമാണ് ഈ പക്ഷേ കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞ് ഭാരതം തന്നെ വെട്ടിമുറിക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് പൊരുതാൻ നമുക്ക് കരുത്തില്ലാതായി പോയി? ഇതൊരു വലിയ ഗവേഷണ വിഷയമാണ്. ഇത് മുമ്പും നമ്മുടെ ഈ ചർച്ചയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ചരിത്ര വിദ്യാർത്ഥികളെങ്കിലും ചരിത്രാധ്യാപകരെങ്കിലും അതിൻ്റെ ഒരു ദിനസരി കണക്കെടുക്കണം, എടുത്തൊരു ഗവേഷണം നടത്തണം, എങ്ങനെയെല്ലാമാണ് ആ ശക്തിയെ ചോർത്തിക്കളഞ്ഞത് എന്ന്. ഏതായാലും 950 ആകുമ്പോഴേക്കും നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയമായപ്പോഴേക്കും ഓർക്കാപ്പുറത്ത് എന്ന് വേണം പറയാൻ, നമുക്ക് ആദരവുണ്ട്, എല്ലാ ബഹുമാനവും ഉണ്ട് ദേശീയഗാനത്തിന്. ദേശീയഗാനം എങ്ങനെയാണ് ദേശീയഗാനം ആക്കപ്പെട്ടതെന്ന് മാത്രം അതിൽ പങ്കെടുത്തവർക്ക് പോലും അറിയില്ല. പക്ഷേ ചിലരെല്ലാം വളരെ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് അതിന് സംഗീതം പകർന്ന് അതിന് ബാൻഡ് സെറ്റിലാക്കി ഇതിനെ ജനഗണമനയെ അങ്ങനെ ആക്കി കൊണ്ടുവന്നിരുന്നു, അത് അവതരിപ്പിച്ചു. ഇങ്ങനെ പൂർവ്വ തയ്യാറെടുപ്പുകളൊന്നും നടത്താൻ വന്ദേമാതരം എന്ന ജനങ്ങളുടെ ഗാനത്തിന് അവസരം ഉണ്ടാകാത്തത് കൊണ്ട് ഇത് ബാൻഡിൽ പാടാൻ പറ്റാത്തതാണ്, സ്പീഡിൽ പാടാൻ പറ്റാത്തതാണ്, സംഗീതം കൊടുക്കാൻ പറ്റാത്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ദേമാതരത്തെ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ജനങ്ങളുടെ പ്രതിഷേധം, യഥാർത്ഥ ജനകീയ നേതാക്കളുടെ പ്രതിഷേധം കൊണ്ട് 980 വാക്കാലെങ്കിലും ദേശീയ ഗീതം എന്ന്, രാഷ്ട്രഗീതം എന്ന പദവി ദേശീയ ഗാനത്തിനോടൊപ്പം വന്ദേമാതരത്തിന് നൽകി എന്നത് വസ്തുതയാണ്. പക്ഷെ പിന്നീടുള്ള കാലത്തും നമുക്ക് എല്ലാവർക്കും അറിയാം, ജനങ്ങളുടെ ഉള്ളിൽ വന്ദേമാതരം ഉണ്ടായിരുന്നുവെങ്കിലും ഭരിക്കുന്നവരുടെ കാഴ്ചപ്പാടിന്റെ ഇല്ലായ്മ കൊണ്ട് അതിനെ സമയം കിട്ടുമ്പോഴൊക്കെയും അപമാനിക്കാനും ആ അപമാനിക്കുന്നവർക്ക് വലിയ സ്ഥാനം നൽകാനും ശ്രമിച്ചു പോന്നിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ ഇപ്പോ വന്ദേമാതരം വീണ്ടും ഭാരതത്തിന്റെ ഹൃദയഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കഴിഞ്ഞ നവംബർ 7 വന്ദേമാതരത്തിന്റെ സാർത്ഥശതി ആഘോഷം ഡൽഹിയിൽ നടക്കുമ്പോൾ എല്ലാ ഭാഷകളിലും ജദുഭട്ടു തുടങ്ങി ഓങ്കാർനാഥ ഠാക്കൂർ ഉൾപ്പെടെയുള്ള സംഗീതജ്ഞന്മാർ പണ്ടു പാടിയ വന്ദേമാതരത്തെ അതേപോലെ അവതരിപ്പിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വന്ദേമാതരത്തിന്റെ മഹത്വത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചു. അതിന്ന് ഭാരതം മുഴുവൻ വീണ്ടും അതിശക്തമായി രംഗപ്രവേശം ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഭാരതത്തെ മുഴുവൻ ഒരുമിപ്പിക്കാൻ കരുത്താർന്ന ആ മന്ത്രത്തെ നമുക്കതേ ഉൾപ്പുളകത്തോടെ എങ്ങനെയാണോ 905 മുതൽ 911 വരെ നടന്ന ആ ഐതിഹാസികമായ പോരാട്ടത്തിന്റെ വിജയമന്ത്രമായി ഇത് പരിണമിച്ചത്, ഈ ഭാരതത്തെ വിശ്വഗുരു പദത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ നാം നടത്തുന്ന പുതിയ കാലത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രേരണാ മന്ത്രമായി വന്ദേമാതരം വീണ്ടും മാറട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, വളരെ വിശാലമായ വിഷയമാണ്, ചരിത്രമെല്ലാം ഉൾച്ചേർന്നിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും വികാരാധിക്യം കൊണ്ടും ചിലപ്പോൾ കൂടുതൽ പറഞ്ഞു പോകാൻ പോയതായിരിക്കാം. ചർച്ചയ്ക്ക് എത്ര സമയം കിട്ടുമെന്നറിയില്ല. ഞാനിവിടെ ഇപ്പോൾ ഇത് നിർത്തുന്നു. വന്ദേ മാതരം.